ഫ്രണ്ടേജ് വീതി കുറഞ്ഞ് ലെങ്ത് ആയിട്ടുള്ള പ്ലോട്ടുള്ള ആളുകൾക്ക് പറ്റിയ ഒരു പ്ലാനിംഗ് ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്ക്, അതിൽ നിന്നും ഇതേ രീതിയിൽ ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്ക് വരുന്നു. സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കോർട്ട്യാർഡ് സ്പേസിലേക്കാണ്. ബെഡ്റൂമിലേക്കൊക്കെയുള്ള ഓപ്പണിങ്സ് വരുന്നതും ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിൽ നിന്നാണ്. അങ്ങനെ നേരെ വരികയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇത് നമുക്ക് ഫ്ലോട്ടിംഗ് ആണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിന്റെ തൊട്ട് ബാക്കിലാണ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഒരേ സമയത്ത് 10 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത് സ്റ്റോൺ ആണ്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. ആൻഡ് മിററിന് ശേഷം നമുക്ക് നേരെ ഓപ്പൺ സ്കൈ ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന ഒരു ആംബിയൻസ് കൂടെ നമുക്കിതിൽ വിഷ്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കോമൺ ഏരിയയുടെ സ്പേസ് പ്ലാനിങ്ങിനെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലാണ് സ്റ്റെയർ കേസ് ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്ന ഇതേ രീതിയിലുള്ള സ്ട്രിങ്ങുകളാണ്, SS-ന്റെ റോഡുകളാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ അടിഭാഗത്ത് ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്, മജ്ലിസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം സെറ്റ് ചെയ്തു. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആർക്കിടെക്ചറൽ എലമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ പ്രൊജക്റ്റാണിത്. എക്സ് ആർക്കിടെക്ട്സ് ആണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലാനിങ് മുതൽ ഇൻറ്റീരിയർ ഡിസൈൻ മുതൽ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അടക്കം ഫുൾ വർക്ക് എക്സ് ആർക്കിടെക്ട്സ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല ആർക്കിടെക്ട്സിന് നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേയിൽ നൽകുന്നുണ്ട്. പേജ് ഞാൻ അതിനോടൊപ്പം ടാഗ് ചെയ്യുന്നുണ്ട്. വർക്കുകൾ കാണാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യും.